ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആപ്പിൾ വാച്ച് നിങ്ങൾക്ക് സീരീസ് അൾട്രയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ട്രിക്കാണ് ഞാൻ ഇന്നത്തെ ഉള്ളിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ആപ്പിൾ വാച്ച് സീരീസ് 8 ആണ്. അപ്പോൾ ഈ ഒരു സീരീസ് 8 ആണ് ഞാൻ ഇന്ന് ഈ ഒരു പാക്കേജിനകത്തുള്ള ഒരു സാധനം യൂസ് ചെയ്ത് നമുക്ക് അൾട്രയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് സീരീസ് അൾട്രയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു കേസാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വാച്ചിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കേസ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ വാച്ചിൽ യൂസ് ചെയ്യുന്ന കേസ്. ഇതാണ് ഒരു ബ്ലാക്ക് കേസാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ വാങ്ങിച്ചിരുന്ന കേസ് ഡാഡോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കേസാണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അവിടെ കണ്ടും 49mm സൈസുള്ള അൾട്രയുടെ കേസാണ് നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയുടെ അതേ ഷെല്ലാണ് നമുക്ക് ഈ ഒരു കേസായിട്ട് വരുന്നത്. അതായത് നമുക്ക് ഏതൊരു ആപ്പിൾ വാച്ചും നമുക്ക് കൺവേർട്ട് ചെയ്ത് ഈ ഒരു ഷെല്ല് ഇടുന്ന വഴി നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് അൾട്രയുടെ അതേ ഒരു ലുക്ക് തന്നെ തരുന്നതായിരിക്കും. ഇപ്പോൾ ബോക്സിൽ നമുക്കൊരു ഡസ്റ്റ് പിക്കും പിന്നെ ഒരു വെറ്റ് വൈപ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പാക്കേജാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു കേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് നമുക്ക് 49mm സൈസുള്ളൊരു കേസാണ്. അതായത് നിങ്ങൾക്ക് കറൻറ്റ്ലി നിങ്ങളുടെ കയ്യിലുള്ള ആപ്പിൾ വാച്ച് നിങ്ങൾക്ക് 42 അല്ലെങ്കിൽ 44mm സൈസുള്ള വാച്ചുകൾ നമുക്ക് ഇതിപ്പം കറൻറ്റ്ലി സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ കണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. വളരെ പ്രീമിയം ഫീൽ ചെയ്യുന്ന ഒരു ലുക്കാണ് ഇതിനകത്ത് തരുന്നത്. ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ ക്രൗണിന് വേണ്ടി ചെറിയൊരു പീസ് നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. കാരണം നമുക്ക് ഈ ഒരു കേസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആപ്പിൾ വാച്ചിലുള്ള ക്രൗൺ നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു കേസ് 49mm സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർമലായിട്ടുള്ള വാച്ചിൽ നിന്ന് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്നതായിരിക്കും ഈ ഒരു കേസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കേസ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഡിജിറ്റൽ ക്രൗൺ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കേസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പോരായ്മയെന്ന് പറയുന്നത് നിങ്ങൾക്ക് ECG സെൻസർ നമുക്ക് ഈ ഒരു കേസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ ഒരു ക്രൗൺ യൂസ് ചെയ്ത് നമ്മുടെ വാച്ചിലുള്ള ഡിജിറ്റൽ ക്രൗൺ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കവർ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ECG സെൻസർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ECG സെൻസർ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അത് റിമൂവ് ആക്കിയിട്ട് വേണം ECG ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെ പ്രീമിയം ഫീൽ ചെയ്യാനാണ് തരുന്നത്. കറക്റ്റ് കളറും കാര്യങ്ങളൊക്കെയാണ് നമുക്കകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസ് നമ്മുടെ വാച്ചിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ലുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു കേസ് ഇതാണ്. ഈ ഒരു ബ്ലാക്ക് കളർ കേസാണ് ഞാൻ എൻ്റെ വാച്ചിൽ എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു അൾട്രയുടെ കേസ് മെയിനായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറൻറ്റ്ലി ഒരു ആപ്പിൾ വാച്ച് ഉണ്ട്, പക്ഷേ ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിലും നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് അൾട്രയുടെ ഒരു ലുക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കേസ് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കറൻറ്റ്ലി നിങ്ങൾക്ക് ഒരു ആപ്പിൾ വാച്ച് അൾട്രയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കേസ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കൈയുടെ വണ്ണം അനുസരിച്ച് ഈ ഒരു വാച്ച് സൂട്ടബിൾ ആണോ എന്ന് ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് എളുപ്പം ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു കേസ് നമ്മുടെ വാച്ചിലേക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ അകത്തായിട്ട് ചെറിയൊരു സ്റ്റിക്കർ ലഭിക്കുന്നുണ്ട്. ആ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കുക. അപ്പോൾ നമ്മൾ നോർമലി മുമ്പ് നമ്മൾ കേസ് ഇൻസ്റ്റാൾ ചെയ്ത് അതേ സെറ്റപ്പ് തന്നെയാണ് അതിനകത്ത് വരുന്നത്. അടുത്തായിട്ട് ജസ്റ്റ് ഈ ഒരു വാച്ചിൻ്റെ ഡിജിറ്റൽ ക്രൗൺ നമ്മൾ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിടുക. അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഡിജിറ്റൽ ക്രൗൺ ഒന്ന് അലൈൻ ചെയ്ത് വയ്ക്കുക. അലൈൻ ചെയ്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടാൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് സെറ്റപ്പ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഈ ഒരു കേസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വാച്ച് കറക്റ്റായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നല്ലോണം തുടയ്ക്കുക. കാരണം ഈ ഒരു കേസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്തൊന്നും നിങ്ങളിത് ഊരാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഈ ഒരു കേസിനകത്ത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡിജിറ്റൽ ക്രൗണും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് ഊരി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒട്ടുന്ന കാര്യം ഡൗട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കേസ് ഇവിടെ വാച്ചിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ട് അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെ കവറായി ഇരിക്കുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കേസ് ആണെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നത്തില്ല. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ക്രൗണിനകത്ത് നമുക്ക് ഈ ഒരു അഡീഷണൽ കിട്ടിയ സാധനം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമുക്ക് വാച്ചിൻ്റെ കേസിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു കവറെന്ന് പറയുന്നത്. ഡിജിറ്റൽ ക്രൗണിൻ്റെ ഒരു കവറാണത്. അപ്പോൾ അതിനകത്ത് ചെറിയ സ്റ്റിക്കർ ഉണ്ട്. അത് ജസ്റ്റ് റിമൂവ് ആക്കിയിട്ട് നമുക്ക് വാച്ചിലേക്ക് ഡയറക്റ്റ് നമുക്ക് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ക്രൗൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി നിങ്ങൾക്ക് ECG ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു നമ്മുടെ വാച്ചിലുള്ള ഡിജിറ്റൽ ക്രൗൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ECG റീഡിങ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പോരായ്മ നിങ്ങൾ ഓർമ്മ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു കേസ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുന്ന ഒരു ഡിജിറ്റൽ ക്രൗണാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ സെറ്റപ്പ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ട് നമുക്ക് ഇനി ചെറിയൊരു സ്ക്രീൻ ഗാർഡ് കിട്ടുന്ന അവിടെ ജസ്റ്റ് റിമൂവ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ടൊരു അൾട്രയുടെ അതേ ഒരു ഫീൽ തന്നെ നമുക്ക് ഈ ഒരു വാച്ചിൽ ലഭിക്കുന്നുണ്ട്. കട്ടൗട്ടും കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമാണ്. നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്കിത് അൾട്ര അല്ലെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. അടുത്ത ഈ ഒരു അൾട്രയുടെ കൺവേർഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ചെറിയൊരു ബാൻഡ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്ന ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഒരു ബാൻഡാണിത്. ഈ ബാൻഡ് എന്ന് പറയുന്നത് നമുക്ക് മാഗ്നറ്റിക് ടൈപ്പ് ബാൻഡാണ് വരുന്നത്. ഇതിൻ്റെ കറണ്ട് റേറ്റ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് 35 ദിർഹംസിനാണ് ഞാൻ ഒരു ബാൻഡ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആമസോണിൽ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് കിട്ടുന്നതായിരിക്കും. ആമസോണിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 45-50 ദിർഹംസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ പറ്റും നമുക്ക് ഡബിൾ സൈഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാപ്പാണ്. ഇപ്പോൾ ഒരു സൈഡ് റെഡും മറ്റേ സൈഡ് ബ്രൗണുമാണ് നമുക്ക് ഈ ഒരു സ്ട്രാപ്പിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് രണ്ട് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നമുക്കിത് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഈ രീതിയിലുള്ള സ്ട്രാപ്പ് നമുക്ക് ആമസോണിൽ ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ അൾട്രാ കൺവേർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ട് നമുക്ക് കറക്റ്റായിട്ടൊരു അൾട്രയുടെ ലുക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഇപ്പോൾ ഇവിടെ തരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിൽ കെട്ടിയിട്ട് ലുക്ക് ഒന്ന് നോക്കാം. ഇവിടെ കണ്ടും വളരെ പ്രീമിയം ഫീൽ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നമുക്കിപ്പം പോയിട്ട് ഏതെങ്കിലും ഒരു ചീപ്പ് വാച്ച് വാങ്ങിച്ച് ഇടേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ആപ്പിൾ വാച്ചിൻ്റെ അൾട്രയുടെ ഒത്തിരി ക്ലോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യേണ്ട. ടച്ചൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടച്ചാണ് നമുക്കിതിനകത്ത് ലഭിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ടച്ചൊക്കെ കറക്റ്റായിട്ട് തന്നെ രജിസ്റ്റർ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വാച്ച് ബേസ് കൂടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടും വളരെ കറക്റ്റായിട്ടൊരു ലുക്ക് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ കണ്ടും ഞാൻ ഒരു കസ്റ്റം വാച്ച് ബേസാണ് ഞാൻ ഈ ഒരു വാച്ചിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാച്ച് ബേസിൻ്റെ ഒരു കസ്റ്റമൈസേഷൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. ഇവിടെ കണ്ട് നമ്മുടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഡിജിറ്റൽ ക്രൗണും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഒരു രീതിയിലുള്ള ലാഗും കാര്യങ്ങളൊന്നും നമുക്കിതിനകത്ത് വരുന്നില്ല. കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ആവുന്നുണ്ട്. ജസ്റ്റ് ബട്ടൺസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബട്ടൺസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇവിടെ സൈഡിൽ കാണുമ്പോൾ സ്പീക്കറിൻ്റെ അവിടെ ചെറിയൊരു നമുക്ക് കട്ടൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വാച്ച് കൺവേർഷനിൽ നമുക്ക് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ഏതൊരു വാച്ച് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് അൾട്രയുടെ ലുക്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആകെ നിങ്ങൾക്ക് വേണ്ടുന്ന റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ വാച്ചിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 42 അല്ലെങ്കിൽ 44 mm സൈസ് ആയിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂട്ടത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നവരിക്കും സി യു.